നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ എക്സാം സ്പെഷ്യൽ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. പ്ലേലിസ്റ്റിൽ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? എന്താണ് ക്വസ്റ്റ്യൻ? പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും പഠന നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഓപ്ഷൻസ് ഇതാണ്: സഹായിക്കൽ, കൈത്താങ്ങു നൽകൽ, പരുവപ്പെടുത്തൽ, പ്രബലനം നൽകൽ. സഹായിക്കൽ, കൈത്താങ്ങു നൽകൽ, പരുവപ്പെടുത്തൽ, പ്രബലനം നൽകൽ. ഏതായിരിക്കും ആൻസർ? വേഗം പറഞ്ഞേ. പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിന് എന്തെന്ന് വിളിക്കാം? കൈത്താങ്ങ് നൽകൽ അഥവാ സ്കഫോൾഡിംഗ് എന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ? തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടിക്ക് നൽകുന്ന സഹായത്തെ വൈഗോസ്കി വിശേഷിപ്പിച്ചതാണ് ഏത്? കൈത്താങ്ങ് അഥവാ സ്കഫോൾഡിംഗ്. എന്താണ്? തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടിക്ക് നൽകുന്ന സഹായത്തെ ആര് കൊടുത്തതാണ്? ആര് വിശേഷിപ്പിച്ചതാണ്? വൈഗോസ്കി വിശേഷിപ്പിച്ചതാണ് കൈത്താങ്ങ്. അപ്പോൾ കൈത്താങ്ങ്, സ്കഫോൾഡിംഗ് ഇത് ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈഗോസ്കിയാണ് ഈ വാക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ എന്താണ്? തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടിക്ക് നൽകുന്ന സഹായത്തെ വൈഗോസ്കി വിശേഷിപ്പിച്ചതാണ് ഏത്? കൈത്താങ്ങ്. കുട്ടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സാമൂഹ്യ ഇടപെടലാണ് കൈത്താങ്ങ്. കുട്ടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സാമൂഹ്യ ഇടപെടലാണ് കൈത്താങ്ങ്. ഓരോ കുട്ടിയുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചായിരിക്കണം കൈത്താങ്ങ് നൽകേണ്ടത്. ഓരോ കുട്ടിയുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചായിരിക്കണം കൈത്താങ്ങ് നൽകേണ്ടത്. കുട്ടിക്ക് പഠനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് പരിഗണിക്കാൻ സഹായകമായ രീതിയിൽ അധ്യാപകൻ കൈത്താങ്ങ് നൽകണം. കുട്ടിക്ക് പഠനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് പരിഗണിക്കാൻ സഹായകമായ രീതിയിൽ അധ്യാപകൻ എന്ത് ചെയ്യണം? കൈത്താങ്ങ് നൽകണം. അപ്പോൾ ZPD ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന കേട്ടോ. സോണോ പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, സമീപസ്ഥ വികസന മണ്ഡലം, അതും വൈഗോസ്കിയുടെ തന്നെയാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: പ്രതിക്രിയ അധ്യാപനം റെസിപ്രോക്കൽ ടീച്ചിങ് ഏത് മനഃശാസ്ത്രജ്ഞൻ്റെ സിദ്ധാന്തം അനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ളതാണ്? റെസിപ്രോക്കൽ ടീച്ചിങ് അഥവാ പ്രതിക്രിയ അധ്യാപനം ആരുടെയാണ്? വൈഗോസ്കി, പിയാഷെ, ബ്രൂണർ, പാവ്ലോ. വൈഗോസ്കി, പിയാഷെ, ബ്രൂണർ, പാവ്ലോ ആരുടെയാണ് റെസിപ്രോക്കൽ ടീച്ചിങ് അഥവാ പ്രതിക്രിയ അധ്യാപനം? വൈഗോസ്കിയുടെയാണ്. ആരുടെയാണ്? വൈഗോസ്കിയുടെ. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോസ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതിയാണ് പ്രതിക്രിയ അധ്യാപനം അഥവാ റെസിപ്രോക്കൽ ടീച്ചിങ്. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക് വായനാ പരിശീലനം, എന്താണ്? വായനാ പരിശീലനം, ആ ഒരു വേർഡാണ് ഓർത്തിരിക്കേണ്ടത്. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോസ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതിയാണ് പ്രതിക്രിയ അധ്യാപനം. ആരാണപ്പം? വൈഗോസ്കി. അദ്ദേഹത്തെ ഓർത്തിരിക്കണം. റെസിപ്രോക്കൽ ടീച്ചിങ് അഥവാ പ്രതിക്രിയ അധ്യാപനം ആരാണ് കൊണ്ടുവന്നത്? വൈഗോസ്കിയുടെ ആശയമാണ്. എന്താണ്? കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ഒരു സഹപഠന സംഘം രൂപീകരിക്കുകയും അധ്യാപകനോ ധാരണാ നിലവാരത്തിൽ മുന്നോക്കക്കാരനായ കുട്ടികൾ തന്നെയോ ഗ്രൂപ്പിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. എങ്ങനെയാണ് പ്രതിക്രിയ അധ്യാപനം നടക്കുന്നത്? ഒരു സഹപഠന സംഘം രൂപീകരിക്കുകയും അധ്യാപകനോ
ധാരണ നിലവാരത്തിൽ മുന്നോക്കക്കാരായ കുട്ടികൾ തന്നെയോ ഗ്രൂപ്പിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഇനി പ്രതിക്രിയ അധ്യാപനത്തിന് 4 ഘട്ടങ്ങളാണുള്ളത്. പ്രതിക്രിയ അധ്യാപനത്തിന് 4 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് ചോദ്യം ചോദിക്കൽ, ക്വസ്റ്റ്യനിങ്. രണ്ടാമത്തെ സംഗ്രഹിക്കൽ, സമ്മറൈസിങ്. 3 വിശദീകരിക്കൽ, എക്സ്പ്ലെയിനിങ്. 4 പ്രവചിക്കൽ, പ്രിഡിക്റ്റിംഗ്. ഏതൊക്കെയാണ് പ്രതിക്രിയ അധ്യാപനത്തിൻ്റെ ഘട്ടങ്ങൾ? 4 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം ചോദിക്കൽ, സംഗ്രഹിക്കൽ, വിശദീകരിക്കൽ, പ്രവചിക്കൽ. ചോദ്യം ചോദിക്കൽ, സംഗ്രഹിക്കൽ, വിശദീകരിക്കൽ, പ്രവചിക്കൽ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏതാണ്? വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത കേട്ടോ. സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുന്നു, സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു, മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചതാണ് വൈകാരിക ബുദ്ധിയുള്ള ആളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പഠിച്ചതാണ്. അങ്ങനെയാണ് വേഗം ആൻസർ പറഞ്ഞ്. വൈകാരിക ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് ഇല്ലാത്ത സവിശേഷത ഏതാണ്? സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുന്നു, സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു, മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു. ഏതായിരിക്കും ആൻസർ? ആൻസർ സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നത് വൈകാരിക ബുദ്ധിയിൽ പെട്ടതല്ല അല്ലേ? വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഉള്ള സവിശേഷതകളാണ് ഏതൊക്കെ? സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുന്നു, മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു. വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികളുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതയാണ് എന്തൊക്കെ? സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുന്നു, മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധം സ്ഥാപിക്കുന്നു, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു. ഓക്കെ, ഇനി ആരായിരിക്കാം ഇമോഷണൽ ഇൻ്റലിജൻസ് അഥവാ വൈകാരിക ബുദ്ധി പറഞ്ഞത്? അല്ലെങ്കിൽ വൈകാരിക ബുദ്ധിയുടെ ആളാരാണ്? നമ്മുടെ ഡാനിയൽ ഗോൾമാൻ ആണ്. ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. വൈകാരിക അവസ്ഥകളെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി. എന്താണ്? വൈകാരിക അവസ്ഥകളെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വൈകാരിക ബുദ്ധി എന്ന് പറയാം. വൈകാരിക ബുദ്ധി എന്ന ഗ്രന്ഥം രചിച്ചത് ആരായിരിക്കും? നമ്മുടെ ഡാനിയൽ ഗോൾമാൻ ആണ്. വൈകാരിക ബുദ്ധി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. ഐക്യുമായി താരതമ്യം ചെയ്യുമ്പോൾ, ഈ ഐക്യു എന്ന് വെച്ചാൽ എന്താ? ഇൻ്റലിജൻസ് കോഷ്യൻസ്. താരതമ്യം ചെയ്യുമ്പോൾ EQ, ഇമോഷണൽ കോഷ്യൻ്റാണ് ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമെന്ന് ആര് പറഞ്ഞു? ഡാനിയൽ ഗോൾമാൻ പറഞ്ഞു. ഡാനിയൽ ഗോൾമാൻ എന്താണ് പറഞ്ഞത്? ജീവിത വിജയത്തിന് സഹായിക്കുന്നത് ഏതാണ്? IQ ആണോ EQ ആണോ? EQ ആണെന്നാണ് പറയുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമെന്ന് ഡാനിയൽ ഗോൾമാൻ അഭിപ്രായപ്പെട്ടത്. ഡാനിയൽ ഗോൾമാൻ്റെ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ്? വേഗം ഒന്ന് ഓർത്ത് പറഞ്ഞേ. വീണ്ടും വീണ്ടും പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിൽ നന്നായിട്ട് തറഞ്ഞു വരും. ഏതൊക്കെയാണ്? വേഗം ഒന്ന് പറഞ്ഞേ. സെൽഫ് അവെയർനെസ്, സാവബോധം. ആത്മനിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ. ആത്മചോദനം, സെൽഫ് മോട്ടിവേഷൻ. അനുതാപം, എംപതി അല്ലെങ്കിൽ സാമൂഹ്യ ബോധം. പിന്നെയോ സാമൂഹ്യ നൈപുണികൾ, സോഷ്യൽ സ്കില്ല്. ഏതൊക്കെയാണ് 5 സാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം, അനുതാപം, സാമൂഹ്യ അവബോധം, സാമൂഹ്യ നൈപുണികൾ. വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കണം കേട്ടോ. ഇനി അടുത്തതാണ് വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ. ഇതും നമ്മൾ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി പറയുകയാണ്. ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ്, വികാരങ്ങളെ തിരിച്ചറിയാനും ഔചിത്യപൂർവ്വം പ്രകടിപ്പിക്കാനുള്ള ശേഷി, ആശയവിനിമയ ശേഷി മൂലം മറ്റുള്ളവരുടെ ശ്രദ്ധയും വിശ്വാസവും പിടിച്ചു പറ്റാനുള്ള കഴിവ്,
നർമ്മബോധത്തോടെ ജീവിത പ്രതിസന്ധികളെ നേരിടാനുള്ള ശേഷി, ചുമതലകൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ്, ആശയ സംഘർഷങ്ങളെ ആരോഗ്യകരവും ക്രിയാത്മകവുമായ രീതിയിൽ പരിഹരിക്കുന്നതിനുള്ള ശേഷി. ഏതൊക്കെയാണ്? ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കേട്ടിരിക്കാം. ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ്, വികാരങ്ങളെ തിരിച്ചറിയാനും ഔചിത്യപൂർവ്വം പ്രകടിപ്പിക്കാനുമുള്ള ശേഷി, ആശയവിനിമയ ശേഷി മൂലം മറ്റുള്ളവരുടെ ശ്രദ്ധയും വിശ്വാസവും പിടിച്ചുപറ്റാനുള്ള കഴിവ്, നർമ്മബോധത്തോടെ ജീവിത പ്രതിസന്ധികളെ നേരിടാനുള്ള ശേഷി, ചുമതലകൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ്, ആശയ സംഘർഷങ്ങളെ ആരോഗ്യകരവും ക്രിയാത്മകവുമായ രീതിയിൽ പരിഹരിക്കാനുള്ള ശേഷി. ഓക്കെ, ഇനി ഈ വൈകാരിക ബുദ്ധി വികസിപ്പിക്കാവുന്ന പഠനതന്ത്രങ്ങൾ അല്ലെങ്കിൽ പഠന പ്രവർത്തനങ്ങൾ ഏതൊക്കെയായിരിക്കാം? വൈകാരിക ബുദ്ധി വികസിപ്പിക്കാവുന്ന പഠന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന്: സഹവർത്തിത പഠന രീതികൾ, സമസംഘ പഠനം, പ്രോജക്റ്റുകൾ, സെമിനാറുകൾ, സംവാദങ്ങൾ, ഗ്രൂപ്പ് ചർച്ചകൾ, സംഘവുമായുള്ള കളികൾ. ഏതൊക്കെയാണ്? സഹവർത്തിത പഠന രീതികൾ, സമസംഘ പഠനം, പ്രോജക്റ്റുകൾ, സെമിനാറുകൾ, സംവാദങ്ങൾ, ഗ്രൂപ്പ് ചർച്ചകൾ, സംഘവുമായുള്ള കളികൾ. ഇനി EQവിനെ, ഇമോഷണൽ കോഷ്യന്റിനെ സമഗ്രമായി വിലയിരുത്താൻ കഴിയുന്ന ഒരു സാമഗ്രി, അതായത് ഒരു ടൂള് നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് ഈ രംഗത്ത് പഠനം നടത്തിയവർ കണ്ടെത്തിയത്. EQവിനെ സമഗ്രമായി വിലയിരുത്താൻ കഴിയുന്ന ഒരു സാമഗ്രി നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് ഈ രംഗത്ത് പഠനം നടത്തിയവർ കണ്ടെത്തിയത്. എങ്കിലും വൈകാരിക ബുദ്ധിയെ നിർണ്ണയിക്കുന്ന വിവിധ ഘട്ടങ്ങളെ, അതായത് സ്വാവബോധം, ആത്മനിയന്ത്രണം, സഹഭാവം, സഹകരണ മനോഭാവം തുടങ്ങിയവ സൂചകങ്ങളായി പരിഗണിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട നിരവധി ശോധനകൾ ഇന്ന് ലഭ്യമാണ്. ജോൺ ഡി മേയർ, പീറ്റർ സലോവ തുടങ്ങിയവർ തയ്യാറാക്കിയ സാമഗ്രികൾ പ്രത്യേകം പരാമർശം അർഹിക്കുന്നു. എന്താണ് പറഞ്ഞത്? EQവിനെ നമുക്ക് എന്താണ് വിലയിരുത്താനായിട്ട്, അതായത് ഒരു ടൂൾ വെച്ച് വിലയിരുത്താനായിട്ട് സാധിക്കില്ല. പകരം വൈകാരിക ബുദ്ധിയുടെ നിർണ്ണയിക്കുന്ന ഘട്ടങ്ങൾ ഇല്ലേ, കുറേ ഘടകങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു ആ ഘടകങ്ങൾ? സാവബോധം, ആത്മനിയന്ത്രണം, സഹഭാവം, സഹകരണ മനോഭാവം തുടങ്ങിയവ. ഇവയെ സൂചകങ്ങളായി പരിഗണിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട നിരവധി ശോധനകൾ നിലവിലുണ്ട്. ജോൺ ഡി മേയർ, പീറ്റർ സലോവ തുടങ്ങിയവർ തയ്യാറാക്കിയ സാമഗ്രികൾ പ്രത്യേകം പരാമർശം അർഹിക്കുന്നു. അടുത്ത ചോദ്യം: ആശയ രൂപീകരണ പ്രക്രിയയുടെ ഏതു ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? ആശയ രൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? പ്രതീകാത്മക ഘട്ടം, പ്രവർത്തന ഘട്ടം, ചിന്തന ഘട്ടം, ബിംബന ഘട്ടം. ഏതായിരിക്കും? ആശയ രൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനൊക്കെ കഴിയുന്നത്? പ്രതീകാത്മക ഘട്ടം, പ്രവർത്തന ഘട്ടം, ചിന്തന ഘട്ടം, ബിംബന ഘട്ടം. ഏതായിരിക്കും ആൻസർ? ബിംബന ഘട്ടമാണ്. ഏതാണ്? ബിംബന ഘട്ടം. ഇനി അടുത്ത ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏതാണ്? അധ്യാപക കേന്ദ്രീകൃതം, ഉൽപ്പന്നാധിഷ്ഠിതം, പ്രക്രിയാധിഷ്ഠിതം, ആവശ്യാധിഷ്ഠിതം. ഏതായിരിക്കും ആൻസർ? വേഗം പറഞ്ഞേ. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചതാണ്. കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏതാണ്? അധ്യാപന കേന്ദ്രീകൃതം, ഉൽപ്പന്നാധിഷ്ഠിതം, പ്രക്രിയാധിഷ്ഠിതം, ആവശ്യാധിഷ്ഠിതം. ഏതായിരിക്കും ആൻസർ? ഏതാണ്? പ്രക്രിയ അധിഷ്ഠിതം, പ്രോസസ് ഓറിയൻറ്റഡ് ആണ് അല്ലേ? പ്രക്രിയ അധിഷ്ഠിതം. ഇനി കേരള സ്കൂൾ പാഠ്യപദ്ധതി 2013 സവിശേഷതകൾ. കേരള സ്കൂൾ പാഠ്യപദ്ധതി 2013 സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? പഠിതാവിൽ കേന്ദ്രീകൃതമായ പ്രക്രിയാബന്ധിതവും പ്രവർത്തനോന്മുഖവും മൂല്യ അധിഷ്ഠിതവുമായ പാഠ്യപദ്ധതി. പഠിതാവിൽ കേന്ദ്രീകൃതമായ പ്രക്രിയാബന്ധിതവും പ്രവർത്തനോന്മുഖവും മൂല്യാധിഷ്ഠിതവുമായ പാഠ്യപദ്ധതി. ഭൗതിക തലത്തിലും പ്രക്രിയാ തലത്തിലും മനോഭാവത്തിലും മൂല്യങ്ങളുടെ തലത്തിലും പഠിതാവ് എത്തിച്ചേരേണ്ട
പഠന നേട്ടങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ഭൗതിക തലത്തിലും പ്രക്രിയാ തലത്തിലും മനോഭാവ തലത്തിലും മൂല്യങ്ങളുടെ തലത്തിലും പഠിതാവ് എത്തിച്ചേരേണ്ട പഠന നേട്ടങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ജ്ഞാനനിർമ്മിതി എന്ന താത്വികമായ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള പാഠ്യപദ്ധതി. ജ്ഞാനനിർമ്മിതി എന്ന താത്വികമായ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള പാഠ്യപദ്ധതി. വിനിമയ പ്രക്രിയയിൽ വൈവിധ്യമാർന്നതും യുക്തിപരവുമായ പഠനതന്ത്രങ്ങൾ സ്വീകരിക്കാനും ഉപയോഗിക്കാനുമുള്ള സ്വാതന്ത്ര്യം അധ്യാപകർക്ക് നൽകുന്നു. വിനിമയ പ്രക്രിയയിൽ വൈവിധ്യമാർന്നതും യുക്തിപരവുമായ പഠനതന്ത്രങ്ങൾ സ്വീകരിക്കാനും ഉപയോഗിക്കാനുമുള്ള സ്വാതന്ത്ര്യം അധ്യാപകർക്ക് നൽകുന്നു. സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം എന്നതുപോലെ എല്ലാ കുട്ടികളുടെയും പഠന നേട്ടം ഉറപ്പാക്കുക എന്നതും പ്രാധാന്യം നൽകുന്നു. സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം എന്നതുപോലെ എല്ലാ കുട്ടികളുടെയും പഠന നേട്ടം ഉറപ്പാക്കുക എന്നതിനും പ്രാധാന്യം നൽകുന്നു. പഠന നേട്ടങ്ങളിൽ അധിഷ്ഠിതമായ സമഗ്രവും നിരന്തരവുമായ വിലയിരുത്തൽ ഉറപ്പുവരുത്തുന്നു. CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. പഠന നേട്ടങ്ങളിൽ അധിഷ്ഠിതമായ സമഗ്രവും നിരന്തരവുമായ വിലയിരുത്തൽ ഉറപ്പുവരുത്തുന്നു. മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന തലമുറയെ സൃഷ്ടിക്കാൻ പര്യാപ്തമായത്. മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന തലമുറയെ സൃഷ്ടിക്കാൻ പര്യാപ്തമായത്. അവസര തുല്യതയും സമത്വവും ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിനനുസൃതമായത്. അവസര തുല്യതയും സമത്വവും ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിന് അനുസൃതമായത്. ഓക്കെ, ഇനി ഒരു കലാകാരന്, അതായത് അധ്യാപകന്, തൻ്റെ സ്റ്റുഡിയോയിൽ വിദ്യാലയത്തിൽ വെച്ച് തൻ്റെ ആദർശങ്ങൾക്ക് ഉദ്ദേശങ്ങൾക്ക് അനുസരണമായ വിധത്തിൽ പദാർത്ഥങ്ങളെ, അതായത് പഠിതാക്കളെ വാർത്തെടുക്കാനുള്ള ഉപകരണമാണ് പാഠ്യപദ്ധതി എന്ന് പറഞ്ഞത് ആരാണ്? ഒരു കലാകാരന് തൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് തൻ്റെ ആദർശങ്ങൾ അനുസരണമായ വിധത്തിൽ പദാർത്ഥങ്ങളെ വാർത്തെടുക്കാനുള്ള ഉപകരണമാണ് പാഠ്യപദ്ധതി എന്ന് പറഞ്ഞത് ആരാണ്? ആർതർ കണ്ണിങ്ഹാം. ആർതർ കണ്ണിങ്ഹാം. ഒരു കലാകാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? അധ്യാപകൻ. തൻ്റെ സ്റ്റുഡിയോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാലയമാണ്. തൻ്റെ ആദർശങ്ങൾ, അവിടെയോ ഉദ്ദേശങ്ങൾ, അനുസരണമായ വിധത്തിൽ പദാർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? പഠിതാക്കളെ, അതായത് കുട്ടികളെയാണ്. വാർത്തെടുക്കാനുള്ള ഉപകരണമാണ് പാഠ്യപദ്ധതി എന്ന് പറഞ്ഞത് ആരാണ്? ആർതർ കണ്ണിങ്ഹാം. ഇനി പഠന സമയം മുഴുവൻ പഠിതാവിൻ്റെ ചുറ്റുമുള്ളതെല്ലാം ഉൾപ്പെട്ടതാണ് പാഠ്യപദ്ധതി എന്ന് പറഞ്ഞത് ആരാണ്? പഠനസമയം മുഴുവൻ പഠിതാവിൻ്റെ ചുറ്റുമുള്ളതെല്ലാം ഉൾപ്പെട്ടതാണ് പാഠ്യപദ്ധതി എന്ന് പറഞ്ഞത് ആരാണ്? H.L. ലാസ്വെൽ. കുട്ടിയെ എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് പാഠ്യപദ്ധതി. വെറും പഠന പ്രവർത്തനത്തിനും നിശബ്ദ പഠനത്തിനും അപ്പുറം ചിലത് അതിൽ അടങ്ങിയിരിക്കുന്നു. അത് തൊഴിലുകളെയും ഉൽപാദനത്തെയും നേട്ടങ്ങളെയും അഭ്യാസങ്ങളെയും പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഇങ്ങനെ പറഞ്ഞത് ആരാന്ന്? കുട്ടിയെ എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് പാഠ്യപദ്ധതി. വെറും പഠന പ്രവർത്തനത്തിനും നിശബ്ദ പഠനത്തിനും അപ്പുറം ചിലതും അതിൽ അടങ്ങിയിരിക്കുന്നു. അത് തൊഴിലുകളെയും ഉൽപാദനത്തെയും നേട്ടങ്ങളെയും അഭ്യാസങ്ങളെയും പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? H.H. ഹോൺ. H.H. ഹോൺ. പാഠ്യപദ്ധതി എന്നത് സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന പദമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? പാഠ്യപദ്ധതി എന്നത് സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന പദമാണ് എന്ന് പറഞ്ഞത് ആരാണ്? W. കെന്നത്ത് റിച്ച്മോണ്ട്. ഓക്കെ, ഇനി പാഠ്യപദ്ധതി വികസനത്തിലെ സാമാന്യ തത്വങ്ങൾ ഏതൊക്കെയാണ്? പാഠ്യപദ്ധതി വികസനത്തിലെ സാമാന്യ തത്വങ്ങൾ: ശിശു കേന്ദ്രീകൃത സിദ്ധാന്തം, സമൂഹ കേന്ദ്രീകൃത സിദ്ധാന്തം, പ്രവൃത്തി കേന്ദ്രീകൃത സിദ്ധാന്തം, ഉദ്ഗ്രഥിത സിദ്ധാന്തം, ഭാവികാല വീക്ഷണ സിദ്ധാന്തം, സംരക്ഷണ സിദ്ധാന്തം, സൃഷ്ടിപരത സിദ്ധാന്തം, അഭിപ്രേരണ സിദ്ധാന്തം,
ജീവിത സന്നദ്ധതാ സിദ്ധാന്തം, ഇലാസ്തികതാ സിദ്ധാന്തം, സമഗ്രതാ സിദ്ധാന്തം, സമതുലന സിദ്ധാന്തം, പ്രയോജന സിദ്ധാന്തം. പാഠ്യപദ്ധതി വികസനത്തിലെ സാമാന്യ തത്വങ്ങൾ ഏതൊക്കെയാണ്? ശിശു കേന്ദ്രീകൃത സിദ്ധാന്തം, സമൂഹ കേന്ദ്രീകൃത സിദ്ധാന്തം, പ്രവൃത്തി കേന്ദ്രീകൃത സിദ്ധാന്തം, ഉദ്ഗ്രഥിത സിദ്ധാന്തം, ഭാവികാല വീക്ഷണ സിദ്ധാന്തം, സംരക്ഷണ സിദ്ധാന്തം, സൃഷ്ടിപരത സിദ്ധാന്തം, അഭിപ്രേരണ സിദ്ധാന്തം, ജീവിത സന്നദ്ധതാ സിദ്ധാന്തം, ഇലാസ്തികതാ സിദ്ധാന്തം, സമഗ്രതാ സിദ്ധാന്തം, സമതുലന സിദ്ധാന്തം, പ്രയോജന സിദ്ധാന്തം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സ് എത്ര? 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സ് എത്രയാണ്? എത്രയായിരിക്കും? എങ്ങനെയാണ് മാനസിക വയസ്സ് കണ്ടുപിടിക്കുന്നത്? ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം IQ കാണാനുള്ള ഇക്വേഷൻ അറിയണം അല്ലേ? അപ്പോൾ IQ കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? MA/CA × 100 ആണ്. MA/CA × 100 ആണ്. MA എന്ന് പറഞ്ഞാൽ എന്താണ്? മെൻ്റൽ ഏജ്. CA എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോണോളജിക്കൽ ഏജ് അല്ലെങ്കിൽ കലണ്ടർ ഏജ്. അതാണ് എന്തെന്ന് പറയുന്നത്? കുട്ടിയുടെ വയസ്സിനെയാണ് പറയുന്നത് അല്ലേ? ക്രോണോളജിക്കൽ ഏജ്. ഇപ്പം എത്ര വയസ്സായെന്ന് പറയില്ലേ? അതാണ് CA. അതാണ് എന്ത്? ക്രോണോളജിക്കൽ ഏജ്. മെൻ്റൽ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസിക വയസ്സ് എത്രയാണ്. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? മാനസിക വയസ്സ് എത്രയാണെന്നാണ്. എത്ര വയസ്സുള്ള കുട്ടിയുടെയാണ്? 10 വയസ്സുള്ള കുട്ടിയുടെ. IQ എത്രയാണ്? 98 ആണ്. അപ്പോൾ IQ തന്നിട്ടുണ്ട്, മാനസിക വയസ്സും തന്നിട്ടുണ്ട്. മാനസിക വയസ്സല്ല, കുട്ടിയുടെ വയസ്സും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? മാനസിക വയസ്സ്. അതായത് CA ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യും? IQൻ്റെ സ്ഥാനത്ത് 98 എന്ന് എഴുതി = MA. MA എന്താണ്? നമുക്ക് അറിയില്ല. അപ്പോൾ MA എന്ന് തന്നെ അവിടെ എഴുതി. ഇനി താഴെ CA നമുക്കറിയാം. എത്രയാ? 10 വയസ്സ് × 100. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9.8 എന്ന് ആൻസർ കിട്ടും. ഒന്ന് കൂട്ടുകാർ ചെയ്ത് നോക്കാം കേട്ടോ. അതാണ് IQ = ഇക്വേഷൻ. ഇതാണ് IQ = MA/CA × 100. ആ വാല്യൂസ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? MA കണ്ടുപിടിക്കാൻ, മെൻ്റൽ ഏജ് അഥവാ മാനസിക വയസ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആൻസർ ഏതാണ്? 9.8 ആണ്. ഏതാണ് ആൻസർ? 9.8. ഓക്കെ. അപ്പോൾ ബുദ്ധിമാനം എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത് ആരാണ്? വില്യം സ്റ്റേൺ ആണ്. ബുദ്ധിമാനം എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത് വില്യം സ്റ്റേൺ ആണ്. ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കാനുള്ള ശ്രമം ആദ്യമായി നടത്തിയത് ആൽഫ്രഡ് ബിനെയാണ്. അപ്പം ഇൻ്റലിജൻസ് ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആരെ ഓർത്താൽ മതി? ആൽഫ്രഡ് ബിനെനെ ആദ്യം നമ്മൾ ഓർക്കണം. ബുദ്ധിമാനം എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത് വില്യം സ്റ്റേൺ ആണ്. ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കാനുള്ള ശ്രമം ആദ്യമായി നടത്തിയത് ആൽഫ്രഡ് ബിനെയാണ്. അപ്പം എന്തായിരിക്കും ബുദ്ധിമാനം അഥവാ IQ എന്ന് പറഞ്ഞാൽ? ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസിക പ്രായത്തിൻ്റെയും ശാരീരിക പ്രായത്തിൻ്റെയും അംശബന്ധത്തെ ശതമാന രൂപത്തിലാക്കുന്നതാണ് ഏത്? ബുദ്ധിമാനം. എന്താണ് IQ അഥവാ ബുദ്ധിമാനം? മാനസിക പ്രായത്തിൻ്റെയും ശാരീരിക പ്രായത്തിൻ്റെയും അംശബന്ധത്തെ ശതമാന രൂപത്തിലാക്കുന്നത്. നമ്മളത് ഇക്വേഷൻ പഠിച്ചു. ഇക്വേഷൻ എന്താണ്? IQ = MA/CA × 100. എന്താണ്? IQ = MA/CA × 100. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സങ്കലിത വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മറ്റും കുട്ടികളെ പോലെ തുല്യ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. സങ്കലിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പാക്കുന്നത്? സങ്കലിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പാക്കുന്നത്? അന്ധവിദ്യാലയങ്ങൾ, സ്പെഷ്യൽ സ്കൂളുകൾ, ഓപ്പൺ സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങൾ. എവിടെയാണ് സങ്കലിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പാക്കുന്നത്? ഏതിലായിരിക്കും? അന്ധവിദ്യാലയങ്ങൾ, സ്പെഷ്യൽ സ്കൂൾ, ഓപ്പൺ സ്കൂൾ, പൊതുവിദ്യാലയങ്ങൾ. എവിടെയായിരിക്കും? പൊതുവിദ്യാലയങ്ങളിൽ.
സാധാരണ ശിശുക്കളിൽ നിന്ന് വ്യത്യസ്തമായ വിധത്തിൽ വേറിട്ട് നിൽക്കുന്ന കുട്ടികളാണ് ആര്? അസാമാന്യ വിഭാഗത്തിൽ പെടുന്നവർ. സാധാരണ ശിശുക്കളിൽ നിന്ന് വ്യത്യസ്തമായ വിധത്തിൽ വേറിട്ട് നിൽക്കുന്ന കുട്ടികളാണ് ഏത്? അസാമാന്യ വിഭാഗത്തിൽ പെടുന്നവർ. കഴിവുകൾ, സാഹചര്യങ്ങൾ, താല്പര്യങ്ങൾ, പരിമിതികൾ എന്നിവയുടെ പേരിൽ വേർതിരിക്കപ്പെടാതെ എല്ലാ വിഭാഗം കുട്ടികൾക്കും വീടിന് തൊട്ടടുത്തുള്ള വിദ്യാലയത്തിൽ അനുയോജ്യമായ വിദ്യാഭ്യാസം നൽകുന്ന ലളിതമായ സമ്പ്രദായമാണ് ഏത്? സങ്കലിത വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. കഴിവുകൾ, സാഹചര്യങ്ങൾ, താല്പര്യങ്ങൾ, പരിമിതികൾ എന്നിവയുടെ പേരിൽ വേർതിരിക്കപ്പെടാതെ എല്ലാ വിഭാഗം കുട്ടികൾക്കും വീടിന് തൊട്ടടുത്തുള്ള വിദ്യാലയത്തിൽ അനുയോജ്യമായ വിദ്യാഭ്യാസം നൽകുന്ന ലളിതമായ സമ്പ്രദായമാണ് ഏത്? സങ്കലിത വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. സമപ്രായക്കാരായ സാധാരണ വിദ്യാർത്ഥികളും ഭിന്നശേഷിക്കാരായവരും ഒരു ക്ലാസ് മുറിയിൽ ഒരുമിച്ചിരുന്ന് പഠനം നിർവഹിക്കുമ്പോൾ അറിവിൻ്റെയും താല്പര്യത്തിൻ്റെയും ധാരണകളുടെയും അഭിപ്രേരണകളുടെയും തലത്തിൽ കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്നു. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. സങ്കലിത വിദ്യാഭ്യാസത്തിൽ ഈ വ്യത്യസ്തത അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. സമപ്രായക്കാരായ സാധാരണ വിദ്യാർത്ഥികളും ഭിന്നശേഷിക്കാരായവരും ഒരു ക്ലാസ് മുറിയിൽ ഒരുമിച്ചിരുന്ന് പഠനം നിർവഹിക്കുമ്പോൾ അറിവിൻ്റെയും താല്പര്യത്തിൻ്റെയും ധാരണകളുടെയും അഭിപ്രേരണകളുടെയും തലത്തിൽ കൂടുതൽ എന്തുണ്ടാവും? ഉയർച്ചയുണ്ടാവും. ഓരോ കുട്ടിയും എങ്ങനെയുള്ളവരാണ്? വ്യത്യസ്തരാണ്. സങ്കലിത വിദ്യാഭ്യാസത്തിൽ ഈ വ്യത്യസ്തത അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. സങ്കലിത വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെയും വിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. സങ്കലിത വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെയും വിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ഇനി വിവിധ തരം വൈകല്യങ്ങൾ ഏതൊക്കെയാണ്? വൈകല്യങ്ങൾ: ബുദ്ധിപരമായ പരിമിതി, കാഴ്ച വൈകല്യം, കേൾവിക്കുറവ്, ഓട്ടിസം, പഠന വൈകല്യം, സംസാര പരിമിതി, മാനസിക അനാരോഗ്യം, ശാരീരികവും ചലനപരവുമായ പരിമിതികൾ, ഒന്നിലധികം വൈകല്യങ്ങൾ ഒന്നിച്ച് അനുഭവിക്കുന്നവർ. ഏതൊക്കെയാണ്? ബുദ്ധിപരമായ പരിമിതി, കാഴ്ച വൈകല്യം, കേൾവിക്കുറവ്, ഓട്ടിസം, പഠന വൈകല്യം, സംസാര പരിമിതി, മാനസിക അനാരോഗ്യം, ശാരീരികവും ചലനപരവുമായ പരിമിതികൾ, ഒന്നിലധികം വൈകല്യങ്ങൾ ഒന്നിച്ച് അനുഭവിക്കുന്നവർ. ഇതൊക്കെയാണ് വിവിധതരം വൈകല്യങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുകയാണ്. മനുവിൻ്റെ ഈ മനോഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു? ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടണമെന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുന്നു. അപ്പോൾ മനുവിൻ്റെ മനോഭാവം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്തരിക അഭിപ്രേരണ, ബാഹ്യ അഭിപ്രേരണ, വർക്കിംഗ് മോഡലുകളുടെ താല്പര്യം, ശാസ്ത്ര വിഷയങ്ങളോടുള്ള ഇഷ്ടം. ഏതായിരിക്കും? എന്താണ്? ആന്തരിക അഭിപ്രേരണയാണോ, ബാഹ്യ അഭിപ്രേരണയാണോ, വർക്കിംഗ് മോഡലുകളുടെ താല്പര്യമാണോ, ശാസ്ത്ര വിഷയങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കുമെന്ന്. ജില്ലാ ശാസ്ത്രമേളയിൽ എന്താണ് പറയുന്നത്? 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരിക? ബാഹ്യ അഭിപ്രേരണയാണ് വരിക. അപ്പം ബാഹ്യ അഭിപ്രേരണയും ആന്തരിക അഭിപ്രേരണയും ഉണ്ട്. എന്തായിരിക്കും ബാഹ്യ അഭിപ്രേരണ? അല്ലെങ്കിൽ ആദ്യം തന്നെ നമുക്ക് അഭിപ്രേരണ എന്താണെന്ന് നോക്കാം. എന്താണ് അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്ന ഊർജമാണ് ഏത്? അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ. മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്ന ഊർജമാണ് ഏത്? അഭിപ്രേരണ. അഭിപ്രേരണ ഉളവാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അംഗീകാരം, പാരിതോഷികം, പ്രശംസ. അഭിപ്രേരണ ഉളവാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അംഗീകാരം, പാരിതോഷികം, പ്രശംസ. ബാഹ്യമായ പ്രേരണകളൊന്നും കൂടാതെ സ്വയം ഉണ്ടാക്കുന്ന അഭിപ്രേരണയാണ് ആന്തരിക അഭിപ്രേരണ. ബാഹ്യമായ പ്രേരണകളൊന്നും കൂടാതെ സ്വയം ഉണ്ടാക്കുന്ന അഭിപ്രേരണയാണ് ഏത്? ആന്തരിക അഭിപ്രേരണ. എന്തായിരിക്കും അപ്പോൾ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ കളികൾ കളിക്കുന്നത്, ഫുട്ബോൾ കളിക്കുന്നത്, ക്രിക്കറ്റ് കളിക്കുന്നത് വേറെ ഒന്നും നേടാനല്ല, പക്ഷെ നമുക്ക് ഇഷ്ടമായിട്ട് കളിക്കുന്നതാണ്. ഒരു നോവൽ വായിക്കുന്നത്, ഇതെല്ലാം ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്. ഇൻട്രൻസിക് മോട്ടിവേഷൻ കേട്ടോ, ഇൻട്രൻസിക് മോട്ടിവേഷൻ.
ഇനി ഒരാളുടെ പ്രവൃത്തി ബാഹ്യമായ സമ്മാനങ്ങളിലോ നേട്ടങ്ങളിലോ അംഗീകാരങ്ങളിലോ നിയന്ത്രിക്കപ്പെടുമ്പോൾ അതിനെ പറയുന്നതാണ് ബാഹ്യ അഭിപ്രേരണ അഥവാ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഉദാഹരണമായിട്ട് എന്ത് പറയാം? ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞ പോലെ, നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ, ഒന്നാം സമ്മാനം നേടണമെന്ന് വിചാരിച്ച് ഒരു പ്രവൃത്തി ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു. അത് എന്തിനുള്ള ഉദാഹരണമാണ്? ബാഹ്യാഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്. എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്ന് വിളിക്കുന്നത് ബാഹ്യാഭിപ്രേരണ എന്ന് പറയുന്നത്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും നേടാനുള്ള അഭിപ്രേരണ? ഒരു കാര്യം അഥവാ ലക്ഷ്യം നേടുന്നതിൽ ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന അഭിപ്രേരണയാണ് എന്ത് പറയുന്നത്? നേടാനുള്ള അഭിപ്രേരണ എന്ന് പറയുന്നത്. ഒരു കാര്യം അഥവാ ലക്ഷ്യം നേടുന്നതിൽ ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന അഭിപ്രേരണയാണ് എന്ത്? നേടാനുള്ള അഭിപ്രേരണ. അങ്ങനെയെങ്കിൽ ഒഴിവാക്കാനുള്ള അഭിപ്രേരണ എന്താണ്? ഭീതി, പരാജയം മുതലായവ ഒഴിവാക്കാനുള്ള ആഗ്രഹമാണ് വിജയങ്ങൾ ആർജിക്കാനുള്ള പ്രേരണയേക്കാൾ മുന്നിലെങ്കിൽ അത്തരം അഭിപ്രേരണയാണ് ഏത്? ഒഴിവാക്കാനുള്ള അഭിപ്രേരണ. ഭീതി, പരാജയം മുതലായവ ഒഴിവാക്കാനുള്ള ആഗ്രഹമാണ് വിജയങ്ങൾ ആർജിക്കാനുള്ള പ്രേരണയേക്കാൾ മുന്നിലെങ്കിൽ അത്തരം അഭിപ്രേരണയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒഴിവാക്കാനുള്ള അഭിപ്രേരണ എന്ന് പറയാം. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ അഥവാ നേടാനുള്ള അഭിപ്രേരണ എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? മക്ലെല്ലൻഡ്. ആരാണ്? മക്ലെല്ലൻഡ്. നേടാനുള്ള അഭിപ്രേരണ, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? മക്ലെല്ലൻഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.